Good morning, my dear students. Last class നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു സ്ലൈഡ്സ് ആണ് പറഞ്ഞിരുന്നത് അല്ലേ. ഡിസിഷൻ മേക്കിംഗ് മീനിങ്, ഡെഫിനിഷൻ ആൻഡ് സ്റ്റെപ്സ് അല്ലേ. അപ്പോൾ അത് നോട്ട് മേക്കിംഗ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്താണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം ആദ്യം. The word decision is derived from the Latin word decido, which means to cut off. അപ്പോൾ ഡിസിഷൻ എന്നുള്ള ആ വേർഡ് അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് എന്നാണ്. ലാറ്റിൻ വേർഡ് ഏതാണ്? ഡിസൈഡോ എന്നുള്ള ലാറ്റിൻ വേർഡ് എന്നാണ് അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ടു കട്ട് ഓഫ്, അതായത് പെട്ടെന്ന് തീരുമാനം എടുക്കുക പറഞ്ഞാൽ എന്താണ്? നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്യണതിന് തുല്യം അല്ലേ. ഡിസിഷൻ ഈസ് എ ചോയ്സ് മെയ്ഡ് ഫ്രം അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഒരു ഡിസിഷൻ എപ്പോഴും നമ്മൾ എടുക്കേണ്ടി വരും എന്തായിരിക്കും? നമ്മുടെ മുന്നിൽ ഒരുപാട് ചോയ്സസ് ഉള്ളപ്പോഴാണ് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടി വരിക. നമുക്ക് മുന്നിൽ ഒരെണ്ണേ ഉള്ളെങ്കിൽ നമുക്ക് വേറെ ചോയ്സ് ഇല്ല, നമ്മൾ എന്തായാലും അത് തന്നെ എടുക്കും അല്ലേ. അപ്പോൾ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ മുൻപിൽ അവൈലബിൾ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു അൾട്ടിമേറ്റ് ഡിസിഷൻ, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സ് നിന്ന് ഒരു ചോയ്സ് എടുക്കുക എന്നുള്ളതാണ് ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. ഡിസിഷൻ മേക്കിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ചൂസിങ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം 2 or more ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ സെയിം നമ്മൾ നേരത്തെ മീനിങ് പറഞ്ഞത് തന്നെയാണ് ഡെഫിനേഷനായിട്ട് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. പ്രോസസ്സ് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിയാണ്, കണ്ടിന്യൂസ് ആയി പോകുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഓഫ് ചൂസിങ് എ കോഴ്സ് ഓഫ് ആക്ഷൻ, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ 2 or more ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് സിമ്പിളായിട്ട് ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസിഷൻ എന്നുള്ള ഡിസിഷൻ മേക്കിംഗ് എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ പോകുന്ന സ്റ്റെപ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഡിസൈഡ് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രോസസ്സ്, സ്റ്റെപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെ നിങ്ങൾക്ക് എഴുതാം എക്സാമിന്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്ന് ചോദിച്ചാലും വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കഗ്നൈസ് ദ നീഡ് ഫോർ എ ഡിസിഷൻ. അതായത് നമുക്ക് ആവശ്യമുണ്ടോ, ഒരു ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അത് റെക്കഗ്നൈസ് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ. മാനേജേഴ്സ് കണ്ടിന്യൂലി സ്കാൻ ദ ഓർഗനൈസേഷൻസ് എൻവയോൺമെൻറ്റ് ഫോർ ചേഞ്ചസ് ദാറ്റ് ക്രിയേറ്റ് പ്രോബ്ലം ടു സോൾവ് ഓർ ഓപ്പർച്യൂണിറ്റീസ് ടു പോസ്യൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഓർഗനൈസേഷനിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യകത ഉണ്ടോ, അത് എടുക്കണമെങ്കിൽ ഏതിലൊക്കെയാണ് നമ്മളത് ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളത്, അതിൻ്റെ ഒരു ആവശ്യം എന്താണെന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് അനലൈസ് ആൻഡ് ഡിഫൈൻ ദ പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി. പിന്നെ രണ്ടാമത്തെ എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് അവിടെ പ്രശ്നം? ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വന്നു ചേരാവുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണ്? ഓക്കെ, ഒരു പ്രോബ്ലം ഉണ്ടാവും, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും അല്ലേ. ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അവസരം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഓരോ ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും, ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. അത് ഇന്നതാണെന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ദെൻ ഡിറ്റർമിൻ ഒബ്ജക്റ്റീവ്സ്. എന്താണ് പറയുന്നത്? ഓരോ ഡിസിഷൻസ് എടുക്കുന്ന സമയത്തും അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. ഒരു ഡിസിഷൻ എ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ഡിസിഷൻ ബി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഓർഗനൈസേഷൻ്റെ ഗോൾസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക എന്നാണ് എൻ്റെ അർത്ഥം പറയുന്നത്. പിന്നെ ലിസ്റ്റ് ഔട്ട് ദ കൺസ്ട്രെയിൻസ്. പിന്നെന്താ പറയുന്നത്? ഓരോ ഡിസിഷൻസിൻ്റെ മുകളിലും നമ്മൾ ഓരോ ഡിസിഷൻസ് എടുത്താലും അത് ആ ഡിസിഷൻ നമ്മൾ എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ. ആ ഡിസിഷൻ എക്സിക്യൂട്ട് ചെയ്യണ സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് വന്നു ചേരാവുന്ന പ്രോബ്ലംസ്, കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ലിസ്റ്റ് ഔട്ട് കൺസ്ട്രെയിൻസ്. ഓരോ ഡിസിഷൻ എടുത്താലും അതുകൊണ്ട് വരാവുന്ന പോരായ്മകളും അല്ലെങ്കിൽ അത് നടപ്പിലാക്കുമ്പോൾ വരുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ്. ഇപ്പോൾ ഡിസിഷൻ എ എടുത്തു കഴിഞ്ഞാൽ ഇന്ന പ്രോബ്ലം വരുന്നുണ്ട്,
ആ പ്രോബ്ലം ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്നത് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് ഡെവലപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, ആദ്യം നമുക്ക് പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടതാണ് ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ്, ദെൻ ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ്സ്. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഒരു വേറെ ഒരു വഴി കണ്ടെത്തി വെക്കുന്ന സമയത്ത് അത് ബെസ്റ്റ് വഴിയാണോ എന്നുകൂടി ശ്രദ്ധിക്കണം. ചിലപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം വരുമ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. പക്ഷേ അത് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമാണോ ലാഭമാണോ, ഫ്യൂച്ചറിൽ കമ്പനിക്ക് അത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇല്ലയോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, ദെൻ ചൂസ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. പിന്നെ എന്ത് ചെയ്യണം, ഇങ്ങനെ എയിലും ഡിസിഷൻ എയിലും ബിയിലും നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ഇംപ്ലിമെൻറ്റ് ദ ചോസൺ ഓൾട്ടർനേറ്റീവ്. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഏതാണോ ബെസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ these are the steps involved in the decision making process. First one is recognize the need for a decision. Second, analyze and define the problem or opportunity. Third one, determine objective. Next one, list out constraints. Next, develop alternatives. Next, evaluate alternatives. Next, choose the best alternative. Next, implement the chosen alternative. And the last one, evaluate the result.